ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കേസിൽ കേസ് ഫയൽ എക്സൈസ് ക്രൈംബ്രാഞ്ചിൽ നിന്ന് കൈമാറും. DGPക്കായിരിക്കും കൈമാറുക. ഈ പ്രതി നാരായണദാസാണ്. അയാൾ ഇപ്പോഴും ഒളിവിലാണെന്നാണ് അറിയുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഈ ബ്യൂട്ടി പാർലർ നടത്തിയ ഷീല സണ്ണിയെ 72 ദിവസമാണ് ജയിലിലിട്ടത്. അവർ ചെയ്യാത്ത കുറ്റത്തിന് അവരുടെ ബാഗിൽ കൊണ്ട് മയക്കുമരുന്ന് വെച്ചിട്ട് അവരുടെ മയക്കുമരുന്നാണെന്ന് പറഞ്ഞ് ഈ നാരായണദാസ് അയാൾ കുറേ കാലമായിട്ട് ഒളിവിലാണ്. ഇപ്പോഴും ഒളിവിലാണെന്നുള്ളത് പുതിയ അറിവാണ്. എന്തായാലും ഈ നാരായണദാസിന് ഇപ്പോഴും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പറയുന്നു. 72 ദിവസം ജയിലിൽ കിടന്നു. ഇപ്പോഴും അവർ ചെന്നൈയിലെവിടെയോ ഒരു ചെറിയൊരു ആയയായിട്ടെന്തോ പോയിരിക്കുകയാണ് അവർ ജീവിക്കാൻ വേണ്ടി. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെട്ട ഒരു വീട്ടമ്മയ്ക്ക് ജയിലിൽ കഴിയേണ്ടി വന്ന നിരപരാധിയുടെ കഥ കൂടിയാണ് ഈ ചാലക്കുടിയിലെ ഷീല സണ്ണിയുടെ ജീവിതം. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, ഗുഡ് മോർണിംഗ്, പറയൂ. SKN സൂചിപ്പിച്ച പോലെ തന്നെ ദീർഘനാളാണ് വ്യാജ ലഹരി കേസിൽ ഷീല സണ്ണിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നത്. ഈ കേസിൽ ഷീല സണ്ണിയുടെ അടുത്ത ബന്ധുവിന്റെ സുഹൃത്ത് നാരായണദാസാണ് കേസിലെ മുഖ്യപ്രതി. നാരായണദാസിന് വേണ്ടി ഇന്നലെ എക്സൈസ് ക്രൈംബ്രാഞ്ച് സംഘം തൃപ്പൂണിത്തുറയിലെ വീട്ടിൽ റെയ്ഡ് നടത്തിയിരുന്നു. പക്ഷേ റെയ്ഡിൽ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മാത്രമല്ല, നാരായണദാസ് നിലവിൽ ഒളിവിലാണെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കഴിഞ്ഞ മാസം 27 കേസ് ഹൈക്കോടതിയിൽ പരിഗണിക്കവേ ഒരാഴ്ചക്കകം തന്നെ നാരായണദാസ് ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ നാരായണദാസ് അതിനുശേഷം ഒളിവിലേക്ക് പോവുകയായിരുന്നു. എന്തായാലും കേസ് ഫയൽ ഇപ്പോൾ എക്സൈസ് സംഘം അത് DGPക്ക് കൈമാറാൻ ഒരുങ്ങുകയാണ്. ക്രിമിനൽ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ കേസ് ഫയൽ DGPക്ക് കൈമാറുന്നത്. കേസിലെ ഗൂഢാലോചന, അതോടൊപ്പം തന്നെ നാരായണദാസ് ഉൾപ്പെടെയുള്ള സംഘത്തിന്റെ സാമ്പത്തിക ഇടപാട്, ഇതെല്ലാം തന്നെ അന്വേഷിക്കേണ്ടതുണ്ട്. അതിലിനി തുടരന്വേഷണം പോലീസാണ് മുന്നോട്ട് നടത്തുക. ബാംഗ്ലൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ വെച്ച് കേസിന്റെ ഈ ഒരു സംഭവത്തിന്റെ ഗൂഢാലോചന നടത്തിയെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നിഗമനം. സ്വാഭാവികമായിട്ടും അതിൽ പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ വകുപ്പുകൾ ചുമത്തി ശക്തമായ നടപടി നാരായണദാസിനെ സ്വീകരിക്കാനാണ് തീരുമാനിക്കുന്നത്. അതോടൊപ്പം തന്നെ എക്സൈസ് സംഘം നിലവിലിപ്പോൾ ഈ കേസിൽ NDPS 22C ആക്ട് അത് ഉൾപ്പെടുത്തണമെങ്കിൽ പോലീസിന്റെ അടക്കം തന്നെ അന്വേഷണത്തിന്റെ വിവരങ്ങൾ ലഭ്യമാകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ കേസിൽ ശക്തമായ നടപടി നാരായണദാസിനെതിരെ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും നാരായണദാസ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ജാമ്യം തള്ളിയതിനെ തുടർന്ന് സുപ്രീം കോടതിയിലടക്കം പോകാനുള്ളൊരു നീക്കത്തിലാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ കേസ് ഫയൽ DGP കൈമാറി പോലീസ് അന്വേഷണം ആരംഭിക്കാൻ ഒരുങ്ങുന്നത്. SKN. ഓക്കെ, താങ്ക് യു.